ഒരു ഡിസ്റ്റോപ്യൻ മൂവിയാണ് അഗ്ലീസ്. ഫ്യൂച്ചറിലെ രണ്ട് ലോകങ്ങൾ, ഒന്ന് വേൾഡ് ഓഫ് അഗ്ലീസ്, മറ്റൊന്ന് വേൾഡ് ഓഫ് പ്രിറ്റീസ്. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യർ തമ്മിൽ വ്യത്യാസമാണ്. അതുകൊണ്ട് 16 വയസ്സാകുമ്പോൾ ഒരാളൊരു കോസ്മെറ്റിക്കൽ സർജറിയിലൂടെ കടന്നു പോകണം. അങ്ങനെ അവർ പെർഫെക്റ്റ് ആവും. പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ അവർ വേൾഡ് ഓഫ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. പിന്നെ പ്രശ്നങ്ങളുണ്ടാവില്ല. ഇതാണൊരു തിയറി അവരുടെ. ഈ വേൾഡ് ഓഫ് അഗ്ലീസിൽ ജീവിക്കുന്ന രണ്ടുപേര്, ടാലിയും പാരീസും, ഇവർ തിക്ക് ഫ്രണ്ട്സാണ്. കുഞ്ഞുനാളിലോട്ട് പരിചയമുള്ളവരാണ്. കുഞ്ഞുനാളിൽ ഇവർക്ക് ഒരു അപകടം ഉണ്ടാകുമ്പോൾ രണ്ടുപേരുടെയും കൈവെള്ളിയിൽ വലിയൊരു സ്കാർ വരുന്നുണ്ട്. അവരന്നൊരു തീരുമാനം എടുക്കുകയാണ്, വി ആർ ഫ്രണ്ട്സ് ഫോർ എവർ. അതുകൊണ്ട് ഈ സ്കാർ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മായ്ച്ച് കളയത്തില്ല. പാരീസ് 3 മാസം മൂത്തതാണ് ടാലിയേക്കാളും. അങ്ങനെ പാരീസിൻ്റെ 16ാമത്തെ വയസ്സിൻ്റെ ആകുന്നതിൻ്റെ തലേ ദിനം ഇവർ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് ടാലി പാരീസിനോട് പറയുന്നുണ്ട്, പ്രോമിസ് ഓർക്കണം, സ്കാർ മായ്ക്കരുത് സർജറിയിൽ. അവൻ ഓക്കെ പറഞ്ഞു പോവും. 1 മാസം കഴിഞ്ഞ് ഇവർ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും ആദ്യം ടാലി നോക്കുന്നത് അവൻ്റെ കയ്യിൽ സ്കാറുണ്ടോന്ന്. പക്ഷെ പാരീസിൻ്റെ കയ്യിൽ സ്കാറില്ല. അപ്പോൾ അവൾ പറയും, നമ്മൾ പ്രോമിസ് ചെയ്തതല്ലേ. അപ്പോൾ അവൻ പറഞ്ഞ, സർജറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സ്കാറിൻ്റെ ആവശ്യമില്ലെന്ന്. അവനവൻ്റെ പഴയ ലോകത്തെക്കുറിച്ച്, ഒറിജിനൽ ലോകത്തെക്കുറിച്ച് മറന്നു പോവാണ്. ഇത് ഗോസ്പൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്, നമ്മൾ ശരിക്കും ഏത് ലോകത്തിലാണ്? ശരിക്കും നമ്മുടെ റിലേഷൻ ആരോടാണ്? നമ്മൾ ദൈവത്തിൻ്റെ ലോകത്തിലാണ്. ഒറിജിനലി വി ബിലോങ് ടു ഗോഡ്. ദൈവത്തിൻ്റെ ലോകത്തിലാണ്. പക്ഷേ ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഭൂമിയിലെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഒറിജിനൽ ലോകത്തെ മറന്നു പോകുന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ഒറിജിനൽ ലോകമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്ന ഒന്ന്? ഈശോ പറയുന്നു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ എന്താ അതിനർത്ഥം? ഒറിജിനലി നമ്മൾ വചനത്തിൻ്റെ ലോകത്തിലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളത് മിസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലോകത്തും നമ്മൾ ദൈവത്തിൻ്റെ ലോകത്തിലായിരിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ റിലേഷൻഷിപ്പിലായിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? റീഡ് ആൻഡ് ലിവ് the word of God.